നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ഗോൾഡൻ വിസയ്ക്ക് പിന്നാലെ UAE പരിസ്ഥിതി സംരക്ഷകർക്ക് 10 വർഷം കാലാവധിയുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ചു. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് വിസ നൽകുക. വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, കടലിലെയും കരയിലെയും പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിരത ഉറപ്പാക്കൽ, ഇതിനായുള്ള സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സംഭാവനകൾ പരിഗണിക്കും. 2024 സുസ്ഥിര വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് വിസ പ്രഖ്യാപനം നടത്തിയത്. ലോകത്തെ ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരമാക്കി ദുബായിയെ മാറ്റാൻ വിപുലമായ പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായ് ജീവിത ഗുണനിലവാര നയം 2033 എന്ന് പേരിട്ട പദ്ധതി ഇന്നലെയാണ് ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി 200 സംരംഭങ്ങളാണ് ഷെയ്ഖ് ഹംദാൻ രൂപപ്പെടുത്തുന്നത്. 200 പാർക്കുകളുടെ നിർമ്മാണം, ബീച്ചുകളിലെ സൈക്ലിംഗ് ട്രാക്ക് വർദ്ധിപ്പിക്കൽ, സ്ത്രീകൾക്ക് മാത്രമായി പുതിയ ബീച്ചുകൾ സജ്ജമാക്കൽ, നഗരങ്ങളുടെ സമഗ്രമായ വികസന പദ്ധതി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ദുബായിലെ ജനസംഖ്യാ വളർച്ച കൂടി പരിഗണിച്ചാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. UAEയിൽ ഇന്ത്യൻ രൂപയിൽ വിനിമയം സാധ്യമാകുന്ന ജയ്വാൻ ഡെബിറ്റ് കാർഡ് ജൂണിൽ വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ട്. നിലവിൽ മറ്റ് കമ്പനികളുടെ 10 ലക്ഷത്തിലധികം ഡെബിറ്റ് കാർഡുകൾ വിപണിയിലുണ്ട്. ഇവ പൂർണ്ണമായും പിൻവലിച്ച് പകരം ജയ്വാൻ കാർഡുകൾ ഇറക്കുന്നതിന് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും സമയമെടുക്കും. ആദ്യഘട്ടമെന്ന നിലയിലാണ് ജൂണിൽ ജയ്വാൻ കാർഡുകൾ ഇടപാടുകാർക്ക് വിതരണം ചെയ്യാനുള്ള തീരുമാനം. അതേസമയം UAE സെൻട്രൽ ബാങ്ക് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുഴുവൻ ബാങ്കുകൾക്കും ജയ്വാൻ കാർഡുകൾ നിർബന്ധമാക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. നിലവിൽ ജയ്വാൻ കാർഡിന്റെ ഉപയോഗം ലക്ഷ്യമിടുന്നത് UAE, GCC, ഇന്ത്യ എന്നിവിടങ്ങളിലാണ്. വൈകാതെ ലോകമെമ്പാടും ഉപയോഗം വ്യാപിപ്പിക്കുന്നതിന് കോബാഡ്ജ് പങ്കാളികളായ മാസ്റ്റർ കാർഡിനെയും വിസ കാർഡിനെയും ആശ്രയിക്കുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിലാണ് ജയ്വാൻ കാർഡുകൾ അവതരിപ്പിച്ചത്. UAEയിലെ ചില മേഖലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. അതിവേഗത്തിലുള്ള കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്നു പറക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും റോഡുകളിലൂടെ നടക്കുമ്പോഴും ജാഗ്രത വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം കുവൈത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയുള്ള മഴ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പിൻവാങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. എക്സ്പോ 2020 ദുബായ് മ്യൂസിയം അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായ ശനിയാഴ്ച തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശനി, ഞായർ ദിവസങ്ങളിൽ സൗജന്യ പ്രവേശനം നൽകും. 3 സ്റ്റോറീസ് ഓഫ് നാഷണൽ എക്സിബിഷനിലേക്കും സൗജന്യമായി പ്രവേശനം നൽകും. ഈ ദിവസങ്ങളിൽ അലീഫ്, വിമൻസ്, വിഷൻ പവലിയനുകളുടെയും ഗാർഡൻ ഇൻ ദ ടവർ നിരീക്ഷണ ടവറിന്റെ ടിക്കറ്റ് നിരക്കിലും 50% കിഴിവ് ലഭിക്കും. ഫുജൈറയിൽ തീപിടുത്തങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം എമിറേറ്റ്സിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട 684 അപകടങ്ങളിൽ 90 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 53% വർദ്ധിച്ചു. പാർപ്പിട മേഖല, വ്യവസായ മേഖല, പൊതുസൗകര്യങ്ങൾ, കൃഷിയിടങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ അപകടമുണ്ടായത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.